ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ വീട്ടുവിശേഷങ്ങളൊന്നും അല്ല. ഇന്ന് സുപ്പുവിൻ്റെ പാർലറിന് മുടക്കമൊന്നുമില്ല. ഞായറാഴ്ച നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. എല്ലാവരും ഓടിവായോ. പ്രവർത്തനമുണ്ട്. അടുത്ത ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. കന്നഡ കടയുടെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് പോയേ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്കൊന്ന് പോകണം. ഇന്ന് കട മുടക്കമൊന്നുമില്ല. എല്ലാവരും ഓടിവായോ. ആളും പേരും ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് നമ്മളിങ്ങനെ ഓരോ ദിവസവും തള്ളിയുന്തിയൊക്കെ അങ്ങ് പോവാണ്. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണേ കേട്ടോ. ഇന്ന് നമ്മുടെ പാർലറിൽ അടിപൊളി ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് രണ്ട് ഐറ്റം മാത്രം മതി. നമുക്ക് മുഖത്ത് നല്ല കളറുണ്ടാവാനും കേട്ടോ, കളറുണ്ടാവാനും നിറം വയ്ക്കാനും അത് രണ്ടും ഒന്നാണല്ലോ അല്ലേ, രണ്ടും ഒന്നാണ്. എന്നും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചിക്കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് സുപ്പ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് വേണ്ടതെന്ന് ഒറ്റയ്ക്ക് എന്തായാലും ഓരോരുത്തർക്ക് പേടിയാണ്. ഒരാളും കൂടെ എന്തായാലും വേണം. കാപ്പിപ്പൊടി കുട്ടനോട് ചോദിച്ചു നിനക്ക് ആരെ വേണം. ഞാൻ ഒത്തിരി പേരുടെ പേര് ഇവന് പറഞ്ഞു. ഇവൻ അന്നേരം പറഞ്ഞത് എനിക്ക് ഇഷ്ടം അലോവേര ജെല്ലാണ്, അവൻ മതി എനിക്ക് ഇന്ന് കൂട്ടനെന്ന്. ഇനിയിപ്പം വിഷമിക്കേണ്ട, അവൻ ഇനി പേടി വേണ്ട. ഇവൻ്റെ കൂടെ നമുക്ക് നമ്മുടെ അലോവേര ജെല്ല് നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. സുക്കൂണില്ലല്ലോ. എൻ്റെ നമ്മുടെ കാർക്കൂന്തലിൻ്റെ കൂട്ട് ചെറിയ നാരൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, എനിക്ക് മനസ്സിലിപ്പം അതൊന്ന് വളരട്ടെ. എന്നിട്ട് നമുക്ക് കിടുക്കാച്ച ഐറ്റങ്ങളൊക്കെ ചെയ്ത് കാണിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ മൂവിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ആണെങ്കിലും ഏത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഞാനിപ്പോൾ എന്തായാലും ഇതാണ് എടുക്കുന്നത് കേട്ടോ. എന്ന് നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് ഇടാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളൂ. സുപ്പ് ഗ്യാരണ്ടി തന്നേക്കുന്നു കേട്ടോ. അലോവേര ജെല്ല് നമ്മൾ മറ്റേത് ഇതുവരെ എടുത്തില്ല കേട്ടോ. നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് നമുക്ക് എടുക്കണം കേട്ടോ. മിക്സ് ചെയ്യാൻ പാകത്തിന് നമുക്ക് എടുക്കണം. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വിരൽ വെച്ച് തോണ്ടിപ്പറിച്ചൊക്കെ എടുക്കണം കേട്ടോ. അതാ എനിക്കൊരു സംശയം വന്നത് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ സംശയം പിള്ളേരെ ആകെ എനിക്ക് കൺഫ്യൂഷനാണ് ഇവിടെ കേട്ടോ. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ ഏത് വേണേലും നമുക്ക് എടുക്കാം. നമുക്ക് മുഖത്ത് നല്ല കളർ കിട്ടാനും ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ അലോവേര ജെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ മുഖത്തിന് കേട്ടോ. ഇത് മാത്രം നമുക്ക് കരുത്തിയാൽ മതി. എന്നും കാപ്പിപ്പൊടി ഇതേപോലെ ഒരു ചെറിയ കവറിനകത്ത് എടുത്തോളൂ. മറ്റേതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. എന്താണ് പിന്നാണെങ്കിൽ ഈ കാപ്പിപ്പൊടിയൊക്കെ എടുക്കുമ്പം എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കാപ്പി കേട്ടോ. അവിടെയൊക്കെ ഈ കാപ്പിക്കുരു പഴുത്ത് വരുമ്പം അതിപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്തൊരു കാപ്പിപ്പൊടിയല്ല മരമല്ല, കാപ്പിമരം ഉണ്ടായിരുന്നു. അമ്മ അന്ന് ഞാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് നമ്മുടെ വീട്ടിലില്ലായിരുന്നു, പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല മണമാണ് ഇതിൻ്റെ പൂവിന് കേട്ടോ. കാപ്പിപ്പൊടി മരമല്ല, കാപ്പി മരത്തിന് നല്ല മണമാണ്. കാപ്പി മരത്തിൻ്റെ പൂവിന് നല്ല മണമാണ്. നമ്മുടെ സരസുവിൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ. സരസുവിൻ്റെ വീട്ടിൽ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മിക്സ് അങ്ങോട്ട് അടിപൊളിയായിട്ട് വന്നു. ഒറ്റയെണ്ണത്തിനെ നമ്മൾ വെറുതെ വിടത്തില്ല കേട്ടോ. നമ്മുടെ പാർലറിൽ അങ്ങനെ നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്ന പാർലറായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാം കേട്ടോ. അതാ ഞാൻ ജനലൊന്നും വെക്കാത്ത നമ്മുടെ പാർലറിന് അടച്ചുപൂട്ടില്ലാത്ത ഒരു പാർലറാണ് സുപ്പുവിൻ്റെ പാർലർ. ഇതിലേ പോയാലും ആര് പോയാലും നമ്മൾ നോക്കും കേട്ടോ. മിക്സൊക്കെ കറക്റ്റായി കറക്റ്റ് ഒരു പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ. ഇത് തന്നെ എനിക്ക് അധികമാണെന്ന് തോന്നുന്നു. ചില ദിവസം മറ്റേത് ഞാൻ എടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ.
കളറില്ലാത്തവരിനി കളറില്ലേ ഇല്ലേ എനിക്കില്ലേ ഒന്നൊന്നും വിഷമിക്കേണ്ട നിങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോഴും മുഖം ക്ലീനാണ്, അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. കൊടുത്തോളൂ. അപ്പോഴും കാപ്പിപ്പൊടി കുട്ടൻ പറഞ്ഞതിന് കാരണമുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. നമുക്ക് ആലോവേര ജെല്ല് ഇതിൽ ചേർക്കുമ്പോൾ പൊട്ട് നമുക്ക് ഊരണം. പൊട്ടിനകത്ത് വിടാവൻ അങ്ങനെ ഇപ്പം വെളുക്കണ്ട, പൊട്ടുകുട്ടൻ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഫ്രഷായ പിന്നെ ഇതുണ്ടാക്കി അതും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങോട്ട് പുരട്ടണം. ഏത് സമയത്തായാലും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണോ വെയിലാണോ? സുപ്പുവിൻ്റെ നാട്ടിൽ ഒരാഴ്ച കൊണ്ട് വെയിലൊന്നും ഇല്ല കേട്ടോ. ഒന്നും പറയണ്ട. തുണികളൊക്കെ ഓറഞ്ച് പോലെ ഇതുവരെ നന്നായിട്ട് ഉണങ്ങിയില്ല. പിള്ളേരെ ഉണക്കിയവരുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തന്നോളൂ കേട്ടോ. ഒന്ന് പൊടിക്കും, മഴ ചാറുന്നു. പൊടിക്കാൻ പാകത്തിന് ഇപ്പം ഞാൻ കഴുത്തിലോട്ട് ഇടുന്നില്ല കേട്ടോ. കുളിച്ചിട്ട് വന്നതുകൊണ്ട് അങ്ങ് താഴോട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇവിടെ വരെ നമുക്ക് തേച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇത്ര മതി, ഇത്ര വരെ മതി. 15 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. നല്ല കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ചാലിക്കുമ്പം തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്കൊന്ന് നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി ഇടുന്നത് നല്ല രസം കേട്ടോ. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കിനി തുടച്ചു മാറ്റാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം ചിലരൊക്കെ ഇങ്ങനെ പാട്ട് പാടും. മിന്നാമിനുങ്ങി മിനുങ്ങി എങ്ങോട്ടാണ് നീടുക്കം നീ തനിച്ചല്ലേ കൂട്ടിനു ഞാനും പോന്നോട്ടെ. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ തിരിച്ചെന്തോ പാടും. വേണ്ട കൂട്ടിന് വരാൻ എൻ്റെ ചേട്ടനുണ്ട്, അതുകൊണ്ട് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ വേണ്ട നിങ്ങൾ തട്ടി വിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പായ്ക്കൊക്കെ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊന്നും നോക്കും കേട്ടോ. അപ്പോൾ ഇല്ല, പണ്ട് ഞാനൊരു പൗഡറിൻ്റെ ഒരു പായ്ക്കിട്ട്, പക്ഷേ ഇപ്പോഴും അതെല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. കിട്ടുവാണ് നിങ്ങൾ കേട്ടോ. ഞാൻ പൗഡറിൻ്റെ ഒരു പാത എനിക്ക് ഒരുപാട് യൂസ് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ. പക്ഷേ അതൊരു കുഴപ്പമില്ല. പക്ഷെ അത് തേക്കുമ്പോൾ ചെറുതായിട്ടൊരു നീറ്റൽ അനുഭവപ്പെടും. അത് കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമേ ഇല്ല. അഥവാ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ കയ്യിലോ കാലയിലോ ഒക്കെ ഒന്ന് തോണ്ടിയിട്ട് ഒന്ന് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ കിടക്കാഴ്ച ഐറ്റമൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. ഒട്ടും പേടി വേണ്ടിയ. പക്ഷേ അന്ന് ഒരുപാട് പേര് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പക്ഷെ ഒന്നും എനിക്കൊരു കുഴപ്പവും വന്നില്ല കേട്ടോ. ഇപ്പോഴും അത് ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോഴേ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പം 10 മിനിറ്റൊക്കെ ഇരിക്കണ്ടേ നമുക്ക്. പക്ഷെ അതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം ചെയ്തിട്ട് എളുപ്പം പോകുന്ന ഒരു നല്ലൊരു ടിപ്പാണ് അത് കേട്ടോ. ഇപ്പോഴും അത് നന്നായിട്ട് അത് ഓടിപ്പോകുന്നുണ്ട്. ആ ഒരു നമ്മുടെ ആ ഒരു പൗഡറിൻ്റെ കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ ചിലതിനൊന്നുമില്ല. പിന്നെ തട്ടിയും കൂട്ടിയൊക്കെ നമ്മൾ നിർത്തിയാലോ എന്ന് ആലോചനയുണ്ട് എനിക്ക് കേട്ടോ. ഇത് കേട്ടോ സത്യം ചിലപ്പോൾ സങ്കടം വരും. പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം ലൈക്കും കമൻറ്റും ഒക്കെ. ചിലരുണ്ട് കമൻറ്റ് ചുമ്മാ കാണാതിരുന്നിട്ട് ചുമ്മാ കമൻറ്റ് വിട്ടിട്ട് പോകുന്നവരുണ്ട്. സൂപ്പർ അടിപൊളി. എനിക്കറിയാം കേട്ടോ നിങ്ങളത് എന്നെ പറ്റിക്കുന്നതാണെന്ന്. നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരത്തുമില്ല, കമൻറ്റ് വരത്തുമില്ല, ലൈക്കും തരത്തില്ല. അത്രേ ഉള്ളൂ കേട്ടോ. സുപ്പിൻ്റെ പരിപാടി അതൊക്കെ ഉള്ളൂ. കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ആരെയും പറ്റിക്കാൻ നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ എന്ത് രസമുണ്ട് സുപ്പുവിനെ കാണാൻ കേട്ടോ. അപ്പോഴേ നമുക്ക് ഇരുന്നിട്ട് ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ. നല്ല തണുപ്പാട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നോളൂ കേട്ടോ. ഞാൻ അതേ പറയത്തുള്ളൂ. അത്രയ്ക്ക് നല്ല കിടുക്കാച്ച ഒരു ഐറ്റമാണ്. എന്ത് സുഖമുണ്ട്. നമ്മുടെ കവളൊക്കെ അങ്ങോട്ട് തുടുത്തിരിക്കും. ഇപ്പം ചേട്ടന്മാരെണ്ണം തന്നാൽ ഒന്ന് ഏൽപ്പിച്ചാൽ എന്ത് സുഖമായിരിക്കും കേട്ടോ. അത്രയ്ക്ക് തുടുത്തിരിക്കുക ഈ കവള് കേട്ടോ. അയ്യടാ, അങ്ങനെ ഇപ്പം സൂഹിക്കേണ്ട, കണ്ട് സന്തോഷിക്കാനല്ലേ. അങ്ങനെ ഇപ്പം തരത്തില്ല, കാണിക്കത്തില്ല ഞാൻ. അപ്പോഴേ
നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കഴുകിക്കൊണ്ട് വന്നു. അടിപൊളിയാണ് കേട്ടോ, കിടുക്കാച്ചി ഒരു ടിപ്പാണ് ചെയ്ത് കാണിച്ചത് കേട്ടോ. നല്ല മുഖത്തിന് നല്ല നല്ല കളറ് കിട്ടും കേട്ടോ. ഇത് കണ്ട എൻ്റെ കണ്ണാടി, നമ്മുടെ അണ്ണൻ്റെ ഇഷ്ടം പോലെ ബൈക്കിൻ്റെ ഈ ഒരുപാട് ഇതേപോലെ കണ്ണാടി കണ്ടു കേട്ടോ. ചുമ്മാ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ, കഴുകാൻ പോയപ്പോഴേ. നല്ല കണ്ണാടി അല്ലേ. പിന്നെന്താ, നമുക്ക് അയ്യത്തും മുറ്റത്തൊക്കെ മുഖം നോക്കണമെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് കണ്ണട കളഞ്ഞു കിട്ടി. ഇന്നാളെ ഞങ്ങൾ വണ്ടിയിൽ പോയപ്പോൾ ഇതേപോലെ ഞാനും അണ്ണനും അമ്മയെ നമ്മുടെ സരസുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇതിൻ്റെ പുക പരിശോധനാ കേന്ദ്രം ഉണ്ടല്ലോ, പുക പരിശോധിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അന്നേരം വണ്ടി ഇട്ടിട്ട് അവിടെ ഇങ്ങനെ അന്നേരം പുള്ളിക്കാരൻ ഇത് പുകയുടെ ഇത് നോക്കുക. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ റോഡിലോട്ട് ഇരുന്നപ്പോൾ ഉണ്ടോ റോഡിൻ്റെ നടുക്ക് ഒരു വലിയ കണ്ണട, അതും കാറില്ല കേട്ടോ, ഇതിലും വലിയൊരു കണ്ണട. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു എന്തോ ആരാണ്ട് വാങ്ങിച്ചോണ്ട് പോയതാണോ എന്താ എനിക്കറിയത്തില്ല. പക്ഷെ വലിയൊരു കണ്ണട. ഞാൻ പറഞ്ഞു എണ്ണ കളയണ്ട, ഇനി എടുത്തുകൊണ്ട് പോരാൻ. അത് നല്ല രസം കേട്ടോ, വലിയ കണ്ണട. അതും കൊണ്ട് ഞങ്ങൾ നോക്കും കേട്ടോ. അല്ലാത്ത കണ്ണടയുണ്ട്, ഇല്ല വാൽക്കണ്ണാടി മാതിരിയുള്ളത്. ചില സമയത്ത് നമ്മൾ നോക്കി ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോഴേ ഇത് നമ്മുടെ കിടുക്കാച്ചി ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ടിപ്പാണ് സുപ്പ് ഇന്ന് കാണിച്ചു തന്നത്. അടുത്ത ഞായറാഴ്ച കൊണ്ട് നാളെ നമ്മുടെ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. വരുന്നവരൊക്കെ നേരത്തെ കാലത്തൊക്കെ വന്ന് ക്യൂ പാലിക്കുക കേട്ടോ. അടിപൊളി കിടുക്കാച്ചി ഐറ്റമായിട്ട് സുപ്പ് ഇനി വീണ്ടും വരുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ കിടുക്കാച്ചി ഐറ്റം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് സുപ്പിൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് വെറുതെ അല്ല കേട്ടോ, വെറുതെ അല്ല. നമുക്ക് റിസൾട്ട് കിട്ടിയതാണെങ്കിൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യത്തുള്ളൂ. മൂക്കുത്തിയുടെ അടുത്ത് കാണും കേട്ടോ, അവിടെ നല്ലോണം നമ്മൾ എൻ്റെ കല്ലിൻ്റെ വലിയ മൂക്കുത്തി ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇച്ചിരി കാണും കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് കണ്ണാടി നോക്കിയേ അത് പോകത്തുള്ളൂ. ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഈ ബർത്ത്ഡേ എന്നാ ഇനി ജൂൺ മാസം മെയ്യിലാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടോ. എല്ലാവരും വിഷസൊക്കെ അയച്ചേക്കണം. ഇപ്പോഴേ ഞാൻ സ്വീകരിക്കും. കഴിഞ്ഞ പിറന്നാളിൻ്റെ കേട്ടോ ഇത്. നമ്മുടെ ഇന്നത്തെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, വെയിലും വട്ടവും ഒന്നുമില്ല. സൂപ്പ് ഇങ്ങനെ തട്ടിയും മുട്ടൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒക്കെ ഒത്തിരി കുറവുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് ഉവാവൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ. ഞാൻ ഈ ഉവാവെന്നൊക്കെ പറയാൻ പോകണ്ടല്ലോ, എപ്പോഴും കുഞ്ഞ് ഒരു കൊച്ചു പിള്ളേർക്കല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. ഞാൻ ഇവിടുത്തെ കൊച്ചാ കേട്ടോ. അതുകൊണ്ട് യുവാവെന്നൊക്കെ പറയുന്നത്, അസുഖം എന്നൊന്നും പറയാൻ. അത് അസുഖം എന്ന് പറയുമ്പോൾ ഒരു മാരകമായിട്ടുള്ള ഇതൊക്കെയാണ് നമുക്ക് അന്നേരം എനിക്കങ്ങ് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ അതുകൊണ്ട് ഈ ഉവാവ് ആരോട് പറഞ്ഞാലും എനിക്ക് ഉവാവായിരുന്നു ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എന്തായാലും ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എല്ലാം മാറിക്കിട്ടി. ഒത്തിരി നോക്കിയപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു. ഇനി എന്തൊക്കെ ഉണ്ടോ കേട്ടോ കണ്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ടൊക്കെ കേട്ടോ ഉവാവിൻ്റെ കാര്യമൊക്കെയാണ് തോന്നുന്നു പറഞ്ഞു വന്നത്. കേട്ടോ ഒത്തിരി ആശ്വാസമുണ്ട്. ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഉറക്കം ഇല്ലാതെ വന്നാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും.